ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളിൽ പ്രതീക്ഷ അർപ്പിച്ച് കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം ഉണ്ട്. നടൻ സുരേഷ് ഗോപിയിലൂടെ തൃശൂരിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കും എന്നാണ് ബി.ജെ.പിയുടെ ആത്മവിശ്വാസം. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ മത്സരിച്ച പാലക്കാട് 2ാം സ്ഥാനവും ഘടകകക്ഷി നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പോരിനിറങ്ങിയ കോട്ടയത്ത് മികച്ച മുന്നേറ്റവും ബി.ജെ.പി. നേതൃത്വം എക്സിറ്റ് പോളുകളുടെയൊക്കെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കുകയാണ്. സംസ്ഥാനത്ത് ബി.ജെ.പി. 25 മുതൽ 27% വരെ വോട്ടുകൾ നേടുമെന്നാണ് മിക്ക സർവേകളും പ്രവചിക്കുന്നത്. സംസ്ഥാന നേതൃത്വം പോലും 20 മുതൽ 22% വരെയാണ് കണക്ക് കൂട്ടുന്നതെന്നിരിക്കെയാണിത്. എക്സിറ്റ് പോളുകൾ വിശ്വസിക്കാമെങ്കിൽ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിലാണ് വോട്ടുയരേണ്ടത്. അതിനാൽ തന്നെ മധ്യകേരളം ഏറെ പ്രധാനപ്പെട്ടതാണ്. സിനിമാ താരം സുരേഷ് ഗോപിയിലൂടെ തൃശൂരിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കുമെന്ന് ബി.ജെ.പി. ഉറച്ചു വിശ്വസിക്കുന്നു. സ്ത്രീ യുവതലമുറ വോട്ടുകൾ അനുകൂലമായെന്നാണ് വിലയിരുത്തൽ. പാലക്കാട് ശക്തമായ ത്രികോണ മത്സരത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ 2ാം സ്ഥാനം പിടിക്കുമെന്ന് ബി.ജെ.പി. പ്രതീക്ഷ വയ്ക്കുന്നു. ആലത്തൂർ, ചാലക്കുടി, ഇടുക്കി ലോക്സഭാ മണ്ഡലങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം എന്നതൊഴിച്ചാൽ കാര്യമായ വോട്ട് വർധനവൊന്നും ബി.ജെ.പി. കണക്ക് കൂട്ടുന്നില്ല. അതേസമയം എറണാകുളത്തും കോട്ടയത്തും അങ്ങനെയല്ല കാര്യങ്ങൾ. ആലപ്പുഴയിലെ അത്ഭുതം ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ എറണാകുളത്ത് ആവർത്തിക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു. പരമ്പരാഗത ബി.ജെ.പി. വോട്ടുകൾക്കൊപ്പം ധീവര വോട്ട് ബാങ്ക് കൂടി അനുകൂലമായാൽ കഴിഞ്ഞ തവണത്തെ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ മാർജിൻ മറികടക്കും. ബി.ഡി.ജെ. സീറ്റുകളിൽ കോട്ടയത്ത് മാത്രമാണ് മത്സരപ്രതീതി ഉണ്ടായിരുന്നത്. വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും ഈഴവ വോട്ടുകൾ നിർണായകമായ വൈക്കത്തെയടക്കം കനത്ത പോളിംഗ് തുഷാറിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.